ഹലോ ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ 3rd ചാപ്റ്ററാണ്, ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾക്ക് ഒരു ഓർഡർ കാണാം, ഒരു ഉത്തരവ് കാണാൻ കഴിയും അല്ലേ. ആ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് വഗതക കിങ് ആയ വിന്ധ്യശക്തി 2 ആണ് ഈ ഒരു ഓർഡർ പറഞ്ഞിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന 2 കാര്യം ലാൻഡ് ഗ്രാൻഡ്സും ഇന്ത്യൻ സൊസൈറ്റിയുമാണ്. ആദ്യം എന്താണ് ലാൻഡ് ഗ്രാൻഡ്സ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിത് നോക്കാം. ഈ ഒരു ഓർഡറിൻ്റെ തൊട്ട് താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ദിസ് ഈസ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ വഗതക കിങ് വിന്ധ്യശക്തി 2 355 to 400 CE കോമൺ ഇറ കാലഘട്ടത്താണിത് ഉത്തരവ് വന്നിട്ടുള്ളത്. ഇതിലെന്താണ് ഉത്തരവെന്നും എന്താണ് ലാൻഡ് ഗ്രാൻഡ് എന്ന് നോക്കാം. ഇപ്പോൾ ലാൻഡ് ഗ്രാൻഡ്സ് എന്ന് വെച്ചാൽ ദ ഓർഡേഴ്സ് റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫർ ഓഫ് സം ഓഫ് ദ ലാൻഡ്സ് ഇൻ ദ കിങ്സ് പൊസഷൻ ടു ദ ബ്രാഹ്മിൻസ് അലോങ് വിത്ത് സ്പെഷ്യൽ റൈറ്റ്സ്. ദിസ് ഈസ് നോൺ ആസ് ലാൻഡ് ഗ്രാൻഡ്സ്. അപ്പോൾ ലാൻഡ് ഗ്രാൻഡ്സ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഈ ഉത്തരവിൽ കുറച്ച് ഭൂമി കിങ്ങിൻ്റെ പൊസഷൻ, അതായത് കിങ്ങിൻ്റെ കൈവശമുള്ള കുറച്ച് ഭൂമി ആർക്ക് കൊടുക്കുകയാണ്? ബ്രാഹ്മിൻസിന് കൊടുക്കുകയാണ്. അതുപോലെ അവർക്ക് കുറച്ച് റൈറ്റ്സും കുറച്ച് അവകാശവും ഈ ഭൂമിക്ക് മേൽ ഇവർ കൊടുക്കുന്നതിനെയാണ്, ഈ ഒരു രാജാവ് കൊടുക്കുന്നതിനെയാണ് ലാൻഡ് ഗ്രാൻഡുകളെന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. വി ഗ്രാൻഡ് ഹാഫ് ഓഫ് ദിസ് വില്ലേജ് ടു ദ ബ്രാഹ്മിൻസ് ഇൻ ഓർഡർ ടു അറ്റെയിൻ വിക്ടറി, ലോങ്വിറ്റി ആൻഡ് വെൽഫെയർ ആൻഡ് പീസ് ഇൻ ദിസ് വേൾഡ് ആസ് വെൽ ആസ് ഇൻ ആഫ്റ്റർ ലൈഫ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഭൂമിയുടെ, അതായത് ഈ കിങ്ങിൻ്റെ ഭൂമിയിലെ ഹാഫ് ഓഫ് ദിസ് വില്ലേജ് വില്ലേജിൻ്റെ പകുതിയും ബ്രാഹ്മിൻസിന് കൊടുക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് വിക്ടറി, ജയം, അതുപോലെ ലോങ്വിറ്റി, ദീർഘായുസ്, അതുപോലെ ആൾക്കാരുടെ നല്ലതിന് വേണ്ടിയിട്ട് വെൽഫെയർ ആൻഡ് പീസ് ഇൻ ദിസ് വേൾഡ്, ലോകത്ത് സമാധാനം കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ ആഫ്റ്റർ ലൈഫ് അവരുടെ ജീവിതത്തിന് ശേഷവും അവർക്ക് നല്ല ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കൂടെയാണ് ഈ ഒരു കിങ് ഈ ഒരു വില്ലേജിൻ്റെ പകുതി ആർക്ക് കൊടുക്കുന്നത്? ബ്രാഹ്മിൻസിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് നോക്കാം. ദ എക്സംഷൻസ് അപ്രൂവ്ഡ് ബൈ ചതുർവേദാസ് ആൻഡ് ദ പ്രീവിയസ് മഹാരാജാസ് വിൽ ബി ആപ്ലിക്കബിൾ ടു ദിസ് ഗ്രാൻഡ് ആസ് വെൽ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ചതുർവേദങ്ങളിലും മുമ്പുള്ള രാജാക്കന്മാരും അംഗീകരിച്ചിട്ടുള്ള പല ഇളവുകളെല്ലാം ഈ ഗ്രാൻഡിലും ബാധകമായിരിക്കും എന്നുള്ളതാണ് അടുത്ത സെൻറ്റൻസ്. ഇനി പറയുന്നത് എന്താണ്? ഇതിലൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിനകത്തുള്ളതെന്നാണ്. അതായത് അഡ്മിനിസ്ട്രേഷൻ ഹിയർ വിൽ നോട്ട് ബി ലൈക്ക് ദാറ്റ് ഇൻ ദ അതർ ഏരിയാസ്. അപ്പോൾ ഇവിടത്തെ ഭരണരീതികൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ഭരണം പോലെ ആയിരിക്കത്തില്ല. സോൾട്ട് ഓർ ആൽക്കഹോൾ ഷുഡ് നോട്ട് ബി പ്രൊഡ്യൂസ്ഡ്. ഇവിടെ ഉപ്പും മദ്യവും ഒന്നും പ്രൊഡ്യൂസ് ചെയ്തുകൂടാ. ദർ ഈസ് നോ നീഡ് ടു പേ മണി ഓർ സീരിയൽസ് ടു ദ ട്രഷറി. അതായത് ട്രഷറി എന്നറിയാമല്ലോ, നമ്മുടെ ഖജനാവിലേക്ക് ഇവർക്ക് കാശ് അടയ്ക്കുകയോ അല്ലെങ്കിൽ സീരിയൽസ്, ധാന്യങ്ങളൊന്നും കൊടുക്കേണ്ടയോ ആവശ്യമില്ല. നോ നീഡ് ടു പ്രസൻറ്റ് ഫ്ലവേഴ്സ് ഓർ മിൽക്ക് ടു ദ കിങ്. കിങ്ങിന് പൂക്കളോ മിൽക്കോ ഒന്നും കൊടുക്കണ്ട. പിന്നെ അതുപോലെ പ്രൊവൈഡിങ് കൗ ഓർ ബുള്ളക്ക് ടു ദ ഒഫീഷ്യൽസ് ഈസ് നോട്ട് നീഡഡ്. ഇതൊക്കെ മുമ്പ് നമ്മൾ ഈ ടാക്സ് അടയ്ക്കുന്നത് പോലെ ഇതൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ കൊടുക്കുമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഗ്രാൻഡ് കൊടുത്ത സ്ഥലത്തിലുള്ള ആൾക്കാർക്ക് ഇതൊന്നും ചെയ്യണ്ട. അതായത് പശുക്കളെ കൊടുക്കണ്ട, അതുപോലെ ബുള്ളക്ക് കാളകളെയൊന്നും എന്തിനു കൊടുക്കണ്ട, ഒഫീഷ്യൽസ് അവിടുത്തെ ഓഫീസർമാർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ദർ ഈസ് നോ നീഡ് ടു ഗിവ് എനി സർവീസ് ടു ദ സ്റ്റേറ്റ്. ഇവിടെയുള്ള ആൾക്കാർ ഒരു സേവനങ്ങളും സ്റ്റേറ്റിന് വേണ്ടി ചെയ്യേണ്ട. ദർ ഷാൽ ബി നോ ലയബിലിറ്റി ടു പ്രൊവൈഡ് ചാർക്കോൾ ഓർ കപ്പാരിസൺ. അപ്പോൾ അതുപോലെ ലയബിലിറ്റി എന്ന് വെച്ചാൽ ഒരു റെസ്പോൺസിബിളും അല്ല. ഇവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും വേണ്ട. ചാർക്കോൾ കൊടുക്കുകയോ, ചാർക്കോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, കൽക്കരി കൊടുക്കുകയോ, അല്ലെങ്കിൽ കപ്പാരിസൺ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്താണ്. ഈ ക്ലോത്ത് നമ്മൾ ഈ കുതിരകളുടെയൊക്കെ പുറത്ത് ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത്. ഞാൻ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ല, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ദ പോലീസ് ഷാൾ നോട്ട് എൻ്റർ ഹിയർ. അപ്പോൾ ഇവർ എന്തൊക്കെ ചെയ്താലും അവിടെ വന്ന് അന്വേഷിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. സോ നോ നീഡ് ടു പ്രൊവൈഡ് കോട്ട് ഓർ ഹെർത്ത് ടു ദ ടൂറിങ് ഒഫീഷ്യൽസ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പുറത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ വരുന്ന വിനോദസഞ്ചാരികൾക്കോ ഒന്നും ഇവരെന്ത് കൊടുക്കണ്ട? കോട്ട്, അതായത് നമ്മുടെ കട്ടിലോ അല്ലെങ്കിൽ അവർക്ക് കിടന്നുറങ്ങാൻ തണുപ്പത്ത് ഹെർത്ത്, അതായത് നമ്മുടെ ഈ തീ കത്തിക്കുന്ന സ്ഥലങ്ങളോ, ഇതൊന്നും ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണ്ട. ഇതെല്ലാം അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളും. നോ നീഡ് ടു പേ ടാക്സ് ടു ദ കിങ്. അതുപോലെ രാജാവിനും എന്ത് കൊടുക്കണ്ട? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നോ നീഡ് ടു പേ ടാക്സ് ഫോർ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ. എന്തെങ്കിലും ഗുഡ്സൊക്കെ ഇവർ
എന്ത് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ടാക്സ് കൊടുക്കണ്ട. വിൽ ബി എൻറ്റൈറ്റിൽ ടു ദ ട്രഷേഴ്സ് ഹിഡൻ ബിനീത്ത് ദ ലാൻഡ്. അതുപോലെ ഈ ഭൂമിയുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന നിധികൾക്കെല്ലാം ഇവർക്ക് അർഹതയുണ്ടാവും. അത് ഇപ്പോൾ രാജാവിനോ വേറെ ആർക്കും ഒന്നും കൊടുക്കണ്ട, ഈ മണ്ണിനകത്തുള്ള സാധനങ്ങളെല്ലാം അവർക്ക് എടുക്കാം. വിൽ ഹാവ് ദ റൈറ്റ് ടു ഫെൻസ് ആൻഡ് റേസ് ദ ലാൻഡ് ആൻഡ് ടു യൂസ് ബിഗ് ടൂൾസ്. അതുപോലെ എന്താണ് ഫെൻസ് കെട്ടാൻ, ഫെൻസ് എന്ന് വെച്ചാൽ അറിയാം, വേലി കെട്ടി അതിനകത്ത് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യാം, നട്ട് വളർത്താം. മാത്രമല്ല വലിയ വലിയ ടൂൾസ് ഇവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം ഈ ബ്രാഹ്മിൻസിന് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കിങ് അനുവദിച്ചിട്ടുള്ളത് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആലോചിക്കുക, ഒരു രാജാവിൻ്റെ ഒരു പകുതി സ്ഥലവും ഇപ്പോൾ ആർക്ക് കൊടുത്തിരിക്കുകയാണ്, ബ്രാഹ്മിൻസിന് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, നല്ല ലൈഫും കാര്യങ്ങളും ദീർഘായുസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ എനിവൺ ഹു ഒബ്സ്ട്രക്ട്സ് ദിസ് ഓർ കോസസ് ഒബ്സ്ട്രക്ഷൻ ഷാൾ ബി പണിഷ്ഡ് ആസ് ആൻഡ് വെൻ കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ ഒരു നിയമം ആരെങ്കിലും തെറ്റിക്കുകയോ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവർ കിങ്ങിനോട് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പണിഷ്മെൻറ്റും അവരെടുക്കും. സോ ഇതാണ് നമ്മുടെ വഗതക കിങ് ആയ വിന്ധ്യശക്തി ടു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ലാൻഡ് ഗ്രാൻഡ്സും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇവിടെ 3-4 ചോദ്യങ്ങളുണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ് ബൈ ദ കിങ്? വെൻ ഡിഡ് ദ പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ് സ്റ്റാർട്ട്? വൈ? അല്ലേ? അപ്പോൾ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ലാൻഡ് ഗ്രാൻഡ്സുകളൊക്കെ തുടങ്ങുന്നതിൻ്റെ മെയിൻ കാര്യം, അല്ലെങ്കിൽ ഇത് എന്നാണ് തുടങ്ങിയത്, ഇത് തുടങ്ങുന്നത് 4th century BC കാലഘട്ടത്താണ് തുടങ്ങുന്നത്. അതുപോലെ ഇതെന്തിനു വേണ്ടി തുടങ്ങിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇവർക്ക് എന്താണ് അഗ്രികൾച്ചറൊക്കെ പുതിയ ഏരിയാസിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സഹായമാകും. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതോടെ തന്നെ ഇവർക്ക് ഒരുപാട് മറ്റ് ആൾക്കാരുമായിട്ടൊക്കെ ഒരു സഖ്യമൊക്കെ കൂടിയിട്ട് ഭരണം കുറച്ചുകൂടെ എന്താണ് വലുതാക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ മുമ്പത്തെ കാലത്ത് ഈ ഗ്രാൻഡുകളൊക്കെ ലാൻഡ് ഗ്രാൻഡ്സുകളൊക്കെ കിങ് അനുവദിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേർ സച്ച് ഗ്രാൻഡ്സ് കോമൺ എന്നുള്ള ഒരു മറ്റൊരു ചോദ്യമുണ്ട്. അത് താഴെ തന്നെ പറയുന്നുണ്ട്, എന്താണ് മെൻഷൻ ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ബുദ്ധിസ്റ്റ് വർക്ക്സ്. ഇപ്പോൾ ബുദ്ധിസമൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആ ഒരു കാലഘട്ടത്തോട്ടെ ഈ ലാൻഡ് ഗ്രാൻഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് വാസ് ഓൺലി ഡ്യൂറിങ് ദ പോസ്റ്റ് മൗര്യൻ പീരീഡ്. അപ്പം പോസ്റ്റ് മൗര്യൻ പീരീഡിനൊക്കെ മുമ്പത്തെ ഒരു അതിന് ശേഷമാണ് എന്ത് വരുന്നത്, ഈ ഒരു ലാൻഡ് ഗ്രാൻഡ് വരുന്നതെന്നും ആൻഡ് ഇറ്റ് ബിക്കെയിം വൈഡ് സ്പ്രെഡ് ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. അപ്പോൾ ഇത് നാട്ടിലെല്ലായിടത്തും ഈ ലാൻഡ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരികയും ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയും ഈ ചോദ്യങ്ങളുടെയൊക്കെ പ്രോപ്പർ ഉത്തരങ്ങളെല്ലാം നമ്മൾ ഈ ഒരു പാഠത്തിനകത്തോട്ട് പഠിക്കുന്നുണ്ട്. സോ ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്. After the fall of Mauryas, several dynasties came to power in different parts of India. Locate them in the map given below. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഒരു 8 എന്താണ് അന്നത്തെ കാലത്തെ ഡൈനാസ്റ്റികൾ, അല്ലേ, നമ്മുടെ എന്താ പറയുന്നത് സാമ്രാജ്യങ്ങൾ, അതുപോലെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കിങ്ഡംസ് തുടങ്ങിയതൊക്കെ പല ഡൈനാസ്റ്റികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുഷനാസ്, ഷാഖാസ്, ഗുപ്താസ്, വഗതക, സതവാഹനാസ്. അപ്പോൾ വഗതകയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ വഗതക കണ്ടല്ലോ ആ ഒരു ഏരിയ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ചോളാസ്, ചേരാസ്, പാണ്ഡ്യാസ് തുടങ്ങിയ ഇത്രയും ആൾക്കാരൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ എപ്പോഴേക്ക് മൗര്യ എംപയറിനൊക്കെ ശേഷം ഉണ്ടാകുന്നതാണ്. മൗര്യൻ എംപയറൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള മെയിനായിട്ടുള്ള സ്ഥലങ്ങളും മെയിനായിട്ടുള്ള ഡൈനാസ്റ്റികളുമാണ് ഇത്രയുള്ളത്. ഓക്കെ. സോ ഇനി ലാൻഡ് ഗ്രാൻഡ്സിനെ തന്നെ പറ്റി നമുക്ക് കുറച്ചുകൂടെ വിശദകരമായി പഠിക്കാം. ഓക്കെ. So, among these dynasties, the Satavahanas who ruled the Deccan region started the practice of giving land grants to please the Brahmins who were dominant in the society. അപ്പോൾ എന്തിനാണ് ഈ ബ്രാഹ്മിൻസിന് ഇവർ കൂടുതലും ലാൻഡ് ഗ്രാൻഡുകൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഉത്തരം വരുന്നത്. അതായത് സതവാഹനാസാണ് അന്ന് ഭരിച്ചിരുന്നത് ഡെക്കാൻ റീജിയൻ. കണ്ടല്ലോ, ഡെക്കാൻ റീജിയൻ. ഈ ഒരു റീജിയനിൽ ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ലാൻഡ് ഗ്രാൻഡുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബ്രാഹ്മിൻസിനെ പ്ലീസ് ചെയ്യാൻ, അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ്. കാര്യം അന്നത്തെ കാലഘട്ടത്ത് ആ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബ്രാഹ്മിൻസാണ്. അപ്പോൾ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സതവാഹനാസ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഈ ലാൻഡ് ഗ്രാൻഡുകളെല്ലാം ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. സോ ദിസ് സിസ്റ്റം ബിക്കെയിം വൈഡ് സ്പ്രെഡ് അണ്ടർ ദ ഗുപ്താസ് ഹു കെയിം ടു പവർ ഇൻ പട്ടാലിപുത്ര ബൈ ദ ബിഗിനിങ് ഓഫ് ദ 4th century CE. അപ്പോൾ ഈ ഒരു സിസ്റ്റം എല്ലായിടത്തും അങ്ങ് വ്യാപിക്കാൻ തുടങ്ങി ഗുപ്തന്മാരുടെ കീഴിൽ. ആരാണ് ഗുപ്തൻ എന്നുള്ള റൈറ്റ് സൈഡിലുണ്ട്, അത് നമുക്കിപ്പോൾ നോക്കാം. സോ ഈ ഗുപ്ത കിങ്സിൻ്റെ സമയത്ത് ഇതെല്ലായിടത്തും അങ്ങ് എന്തായി
വൈഡ് സ്പ്രെഡ് എല്ലായിടത്തും അങ്ങ് എത്താൻ തുടങ്ങി. ആൻഡ് ഹൂ കെയിം ടു പവർ ഇൻ പട്ടാലിപുത്ര. അപ്പോൾ പട്ടാലിപുത്രയൊക്കെ ഭരിച്ചിരുന്ന ആൾക്കാരാണ് ഈ ഗുപ്താസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ തുടങ്ങുന്നത് എപ്പോഴാണ്? 4th century BCE. അപ്പോൾ ആദ്യത്തെ നമ്മൾ 3 ചോദ്യം നോക്കിയില്ലേ, അതിൻ്റെയൊക്കെ ഉത്തരമാണ് ഇവിടെ കിടക്കുന്നത്. സോ ഗുപ്ത കിങ് ആരൊക്കെയാണ്? ശ്രീഗുപ്ത വാസ് ദ ഫൗണ്ടർ ഓഫ് ഗുപ്ത കിങ്ഡം. ശ്രീഗുപ്തനാണ് ഗുപ്ത കിങ്ഡത്തിൻ്റെ ഫൗണ്ടർ, കണ്ടുപിടിച്ചതും തുടങ്ങുന്ന ആളുമെല്ലാം. ഇനി ബാക്കിയുള്ള രാജാക്കന്മാരാണ് ചന്ദ്രഗുപ്ത 1, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത 2, കുമാരഗുപ്ത, സ്കന്ദഗുപ്ത. അപ്പോൾ ഇതിലെ 2-3 രാജാക്കന്മാരെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇനി എന്തൊക്കെയാണ് ലാൻഡ് ഗ്രാൻഡിലെ 2 ഡിഫറൻസസ് എന്ന് നോക്കിയോ. ഈ സതവാഹനാസും ഗുപ്താസും ഉണ്ടല്ലോ. അപ്പോൾ ഈ സതവാഹനാസ് കൊടുക്കുന്ന ലാൻഡ് ഗ്രാൻഡിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ റൈറ്റ് ടു ദ റിസോഴ്സസ് ഓഫ് ലാൻഡ് ഒൺലി വാസ് ഗിവൺ. അപ്പോൾ ഈ ലാൻഡ് ഗ്രാൻഡ് ഭൂമി കൊടുക്കുന്ന സമയത്ത് ആ ഭൂമിയിലുള്ള റിസോഴ്സസ് മാത്രം, അവിടെ അതിനകത്തുള്ള മരങ്ങളായാലും ഭൂമിക്കടിയിലുള്ള നിധികളായാലും എല്ലാം ഇവർക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. പക്ഷേ ഗുപ്താസ് കൊടുത്ത സമയത്ത് എലോങ് വിത്ത് ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് റൈറ്റ്സ് ഓവർ ദ പീപ്പിൾ ലിവിങ് ദെയർ ഓൾസോ വെയർ ട്രാൻസ്ഫേർഡ്. അതായത് ഇവർക്ക് അവിടെയുള്ള എന്ത് റിസോഴ്സും എടുത്ത് ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ കൂടെ അവിടെ ജനിച്ച് വളരുന്ന ആൾക്കാർക്കും ഇവർക്ക് പൂർണ്ണമായ അധികാരമുണ്ട്. അതായത് ഈ ബ്രാഹ്മിൻസിനൊക്കെ ഇവർക്ക് അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് എന്ത് ജോലി വേണോ ചെയ്യിപ്പിക്കാം, ഇവരുടെ അടിമകളാക്കാം, അല്ലെങ്കിൽ ഫാമേഴ്സ് ആക്കാം, എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ദ ലാൻഡ് ഗ്രാൻഡ്സ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഗുപ്തൻ്റെ കാലഘട്ടത്ത് വന്നപ്പോഴേക്കും ഈ ലാൻഡ് ഗ്രാൻഡുകളിൽ വന്ന മാറ്റം. 1, കിങ്സ് അതോറിറ്റി ഓവർ ദ ഡൊണേറ്റഡ് ലാൻഡ് ഗ്രാജുവലി ഡിക്ലൈൻഡ്. അല്ലേ, അപ്പോൾ രാജാവാണ് ഈ ലാൻഡ് കൊടുത്തത്, ഡൊണേഷനായിട്ട് കൊടുക്കുന്നതാണ് അല്ലേ. ഇത് കൊടുത്ത് ഇവർക്ക് അതിനോടുള്ള ഒരു അതോറിറ്റി, അധികാരമെല്ലാം ഗ്രാജുവലി ഡിക്ലൈൻ, കുറഞ്ഞു വരികയാണ്. ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ആൻഡ് അഡ്മിനിസ്റ്റർ ജസ്റ്റിസ് ഓവർ ദ ഡൊണേറ്റഡ് ലാൻഡ് വാസ് ട്രാൻസ്ഫേർഡ് അലോങ് വിത്ത് ദ ഓണർഷിപ്പ് ഓഫ് ലാൻഡ്. അല്ലേ, നമുക്കറിയാം അവിടെയുള്ള ആൾക്കാരിൽ നിന്നും ഇപ്പോൾ ഇവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം പൂർണ്ണ അധികാരം അവിടെയുള്ള ജനങ്ങൾക്കെതിരെയുള്ള പൂർണ്ണ അധികാരവും ഈ ബ്രാഹ്മിൻസിനും കൊടുത്തിരിക്കുകയാണ് ലാൻഡ് ഗ്രാൻഡ് വഴി. അപ്പോൾ അവിടെയുള്ള ടാക്സ് കളക്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. അഡ്മിനിസ്റ്റർ ജസ്റ്റിസ്, അല്ലെ, നീതി നടപ്പിലാക്കുന്ന ഒരു കാര്യവും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഇതെല്ലാം വാസ് ട്രാൻസ്ഫേർഡ് എലോങ് വിത്ത് ദ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ മുഴുവൻ അവകാശങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. സോ ദോസ് ഹു റിസീവ് ദ ലാൻഡ് ഗ്രാൻഡ്സ് ഓൾസോ ഗോട്ട് ദ റൈറ്റ് ടു ഗ്രാൻഡ് ദ ലാൻഡ് ടു സംവൺ എൽസ്. അതുപോലെ ഇവർക്ക് മറ്റൊരു കാര്യം എന്താണ് സംഭവിക്കുന്നത്? ഇവർക്കൊരു ഭൂമി കിട്ടി. ഈ ഒരു ഭൂമി മറ്റാർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള ഒരു അവകാശവും ഇവർക്ക് കിട്ടുകയാണ്. സോ ഇൻ കോഴ്സ് ഓഫ് ടൈം ദ കിങ്സ് ആൻഡ് നോബിൾസ് ബിഗാൻ ടു ഗിവ് ലാൻഡ് ഗ്രാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ആസ് റെന്യൂമറേഷൻ ഫോർ ദ സർവീസസ് ദേ റിസീവ്ഡ്. അപ്പോൾ ഇത് കാലകാലം കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി? കിങ്സിനും നോബിൾസിനും ഒക്കെ, നോബിൾസ് അറിയാമല്ലോ, നമ്മളെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഇപ്പം പ്രീസ്റ്റുകൾ, പൂജാരികളാവാം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കും രാജാക്കന്മാർക്കും ഒക്കെ പിന്നെ ഈ ലാൻഡ് ഗ്രാൻഡുകൾ മസ്റ്റായിട്ടും കൊടുക്കേണ്ടി വന്നു. അതായത് ലാൻഡ് ഇങ്ങനെ അനുവദിച്ച് കൊടുക്കേണ്ടി വന്നു ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. അല്ലേ, ക്യാഷിന് പകരം ലാൻഡുകൾ കൊടുക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? റെമ്യൂണറേഷൻ ഫോർ ദ സർവീസസ് ദേ റിസീവ്ഡ്. ഇപ്പോൾ ബ്രാഹ്മിൻസോ അവരൊക്കെ ഇവർക്ക് എന്തെങ്കിലും സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ ക്യാഷിന് പകരം എന്ത് ചെയ്യുക? ഭൂമി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു രാജാവിൻ്റെ ഭൂമി മുഴുവനായിട്ട് പയ്യെ കൊടുത്ത് രാജാവിനൊന്നുമില്ല. പിന്നെ അവിടെ ആരായിരിക്കും മെയിനായിട്ട് ഭരിക്കാൻ പോകുന്നത്? ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. സോ ഓൾദോ most of the land grants were received by the Brahmins, gradually other sections also started receiving land as grants. അപ്പോൾ നമുക്കറിയാം ആ ഒരു സ്ഥലത്ത് ബ്രാഹ്മിൻസാണ് ഏറ്റവും കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഏറ്റവും കൂടുതലുള്ളവർ അവരാണെന്നറിയാം. സോ ഈ ലാൻഡ് ഗ്രാൻഡ്സ് ബ്രാഹ്മിൻസിന് കിട്ടി തുടങ്ങി പയ്യെ ആയപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കും എന്ത് കിട്ടാൻ തുടങ്ങി? ഈ ലാൻഡ് ഗ്രാൻഡുകൾ, അല്ലെങ്കിൽ ഈ ലാൻഡ് ഗ്രാൻഡായിട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വിത്ത് ദ വൈഡ് സ്പ്രെഡ് പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ് എ പവർഫുൾ സെക്ഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ് വിത്ത് ഇമ്മൻസ് ഹെൽത്ത് ആൻഡ് ഇൻഫ്ലുവൻസ് വാസ് ഫോംഡ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ ഈ ഒരു ലാൻഡ് ഗ്രാൻഡ് എല്ലായിടത്തും എത്തി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എ പവർഫുൾ സെക്ഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ്, അല്ലേ, ഒരുപാട് ലാൻഡ് ഓണേഴ്സ് വന്നു. അതായത് ഭൂമി കൈവശമുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായി വരികയാണ്. അവർക്കാണെങ്കിലോ നല്ല കാശ്, വെൽത്തൊക്കെ ഉണ്ട്. അതുപോലെ ഇൻഫ്ലുവൻസ്, അല്ലെ, അവർക്ക് ഒരു സൊസൈറ്റിയിൽ ഒരുപാട് സ്വാധീനം കിട്ടിത്തുടങ്ങി. അങ്ങനെ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു രാജാക്കന്മാർ എന്ന് വേണമെങ്കിലും വിളിക്കാൻ പറ്റും. ദോസ് ഹു വർക്ക്ഡ് ഓൺ ദ ലാൻഡ് ബിക്കെയിം റൈറ്റ്ലെസ് ഡിപ്പെൻഡൻസ് ഓഫ് ദ ലാൻഡ് ലോഡ്സ്. അല്ലേ, ലാൻഡ് ലോഡ്സ് എന്താണ്? ഈ ഭൂമിയിലെ ഓണേഴ്സ് ഈ ലാൻഡ് ലോഡുകളിലേക്ക് കീഴിലായി. കാര്യം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഹു വർക്ക്ഡ് ഓൺ ദ ലാൻഡ്, അല്ലെ, ലാൻഡിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം റൈറ്റ്ലെസ്
ഡിപ്പെൻഡൻസ്, അതായത് ഇവർക്ക് ഒരു അവകാശവുമില്ലാതെ ഇവർ ലാൻഡ് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കീഴിൽ അവരെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇൻ സച്ച് എ സിസ്റ്റം ദ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആൻഡ് ദ സ്ലേവ്സ് വെയർ ബൗണ്ട് ടു ദ ലാൻഡ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വന്നപ്പോഴേക്കും അവിടെയുള്ള ജോലി ചെയ്യുന്ന ഫാർമേഴ്സിനായാലും അഗ്രികൾച്ചർ ചെയ്യുന്ന ജോലിക്കാർക്കായാലും അടിമകൾക്കായാലും അവരെന്നേക്കുമായി ആ ലാൻഡിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ദേ ലിവ്ഡ് ആൻഡ് ഡൈഡ് ഇൻ ദ സെയിം സോയിൽ വെയർ ദേ വെയർ ബോൺ. അല്ലെ, അവർ ജനിച്ച ആ ഒരു മണ്ണിൽ തന്നെ ജീവിച്ച് മരിച്ച് ആ മണ്ണിൻ്റെ കൂടെ അങ്ങ് ആവുകയാണ് അന്ന് ചെയ്യുന്നത്. കാര്യം അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ദേ ലേബേർഡ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് ഫോർ ദെയർ മാസ്റ്റേഴ്സ്. അല്ലേ, അപ്പോൾ അവരുടെ മാസ്റ്ററിന് വേണ്ടിയിട്ട്, മാസ്റ്റർ എന്ന് വെച്ചാൽ ഉടമസ്ഥർക്ക് വേണ്ടിയിട്ട് അവർ ജീവിതകാലം മുഴുവൻ അവിടെ ജോലി ചെയ്യുകയാണ്. ഇൻ അഡീഷൻ ടു ദ ടാക്സസ് ദീസ് പീപ്പിൾ ഫ്രം ദ ലോവർ സ്ട്രാറ്റം ഓഫ് ദ സൊസൈറ്റി ഹാഡ് ടു പ്രൊവൈഡ് ഫ്രീ സർവീസസ് ടു ദ അപ്പർ സ്ട്രാറ്റം. അതുപോലെ എന്ത് സംഭവിച്ചു, ഈ ഫാമേഴ്സ് ആയാലും ലേബറേഴ്സ് ആയാലും ഇവരൊക്കെ അന്നത്തെ സൊസൈറ്റിയിലെ ലോവർ സ്ട്രാറ്റം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ലോവർ താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാരെന്ന് പറയാം. അവർ ഈ അപ്പർ സ്ട്രാറ്റം, അതായത് ഈ ബ്രാഹ്മിൺസിനും അതുപോലെ ലാൻഡ് ഓണേഴ്സിനും ഒക്കെ ഇവരെന്തായി മാറി, ഒരു അടിമകളെ പോലെ അവർ ഫുൾ അവരുടെ കൂടെ ഫ്രീ സർവീസ് കൊടുക്കണം, അതും പൈസയൊന്നും കിട്ടത്തില്ല. സോ ദിസ് സിസ്റ്റം ഹാസ് ബീൻ കോൾഡ് ഇന്ത്യൻ ഫ്യൂഡലിസം. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫ്യൂഡലിസം? ഈ ഫ്യൂഡലിസം എന്ന് വെച്ചാൽ മാടമ്പികളാണ്, അതായത് ഈ ഭൂമിയൊക്കെ സ്വന്തമാക്കി വെച്ചിട്ട് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയാം, അല്ലേ. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഫ്യൂഡലിസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് പറയേണ്ടത്: പീപ്പിൾ ഫ്രം ദ ലോവർ സ്ട്രാറ്റം ഓഫ് സൊസൈറ്റി ഹാഡ് ടു പ്രൊവൈഡ് ഫ്രീ സർവീസസ് ടു ദ അപ്പർ സ്ട്രാറ്റം, അല്ലേ. അപ്പോൾ അതാണ് ഇന്ത്യൻ ഫ്യൂഡലിസം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് റിമാർക്കബിൾ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ. അതായത് ഇവർക്ക് ലാഭം കിട്ടണമെങ്കിൽ, അല്ലെ, ഈ ലാൻഡ് ഓണേഴ്സിന് ലാഭം കിട്ടണമെങ്കിൽ ഇവർ അഗ്രികൾച്ചറൽ മേഖലയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം. അതിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ ഒരുപാട് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പ്രെഡ് ആവാൻ തുടങ്ങി. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ, എന്തൊക്കെ കാരണങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 4 കാരണങ്ങളാണുള്ളത്, അല്ലേ. ഈവൻ ദ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് വെയർ മെയ്ഡ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അതായത് ഒരിടത്തും കൃഷി ചെയ്യാൻ പറ്റാത്ത ഭൂമികളെപ്പോലും ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, കൃഷിക്ക് യോജിച്ച രീതിയിൽ ആക്കി എടുക്കാൻ തുടങ്ങി. അതായത് നമ്മളെ കിളച്ച് വെള്ളമൊക്കെ തളിച്ച് അതുപോലെ നല്ല ഫലഭൂഷ്ടിയായുള്ള മണ്ണ് ആക്കി എടുത്ത് അവിടെ അവരെന്ത് ചെയ്യുന്നു, കൃഷി തുടങ്ങിപ്പിച്ചു. ന്യൂ സോഷ്യൽ സിസ്റ്റം പ്രൊവൈഡഡ് സഫിഷ്യൻറ്റ് ലേബർ ഫോഴ്സ് ഫോർ അഗ്രികൾച്ചർ. പുതിയൊരു സോഷ്യൽ സിസ്റ്റമാണ്, സമൂഹത്തിൽ പുതിയ രീതി. അതായത് ബ്രാഹ്മിൻസാണ് അപ്പർ സ്ട്രാറ്റം, ലാൻഡ് ഓണേഴ്സ് മാത്രമാണ് അപ്പർ സ്ട്രാറ്റം. അതായത് ഏതാണ്ട് ഒരു 20% ആൾക്കാരായിരിക്കും അവിടെ ഉള്ളതിൽ ഏറ്റവും ഹയർ ആയിട്ട് നിൽക്കുന്നവർ, അപ്പർ സ്ട്രാറ്റത്തിൽ നിൽക്കുന്നവർ. ബാക്കി 80% എന്താണ്, ലോവർ സ്ട്രാറ്റം. അപ്പോൾ എന്ത് സംഭവിച്ചു, സഫിഷ്യൻറ്റ് ലേബർ ഫോഴ്സ്. കാര്യം 80% ആൾക്കാർക്കും ഇവരെ ലേബറാക്കി മാറ്റാം, മനസ്സിലായില്ലേ, ജോലിക്ക് എടുക്കാം. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം, അഗ്രികൾച്ചർ പാടങ്ങളിൽ ഇത്രയും ആൾക്കാരെ നമുക്ക് ഇറക്കി നല്ലപോലെ അവർക്ക് കൃഷിയും ചെയ്യാം. അങ്ങനെ അഗ്രികൾച്ചറിൽ വളർന്നു. അതുപോലെ മൂന്നാമത്തത് നോളജ് ഓഫ് ബ്രാഹ്മിൻസ് അബൌട്ട് അഗ്രികൾച്ചറൽ ടെക്നോളജി ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ ബ്രാഹ്മിൻസ് നമുക്കറിയാം, പണ്ടത്തെ സിസ്റ്റത്തിലൊക്കെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടുന്ന ആൾക്കാരും ബ്രാഹ്മിൻസാണ്. അപ്പോൾ ഈ ബ്രാഹ്മിൻസിന് നല്ല അറിവുണ്ട് എന്തിനെപ്പറ്റി, അഗ്രികൾച്ചറൽ ടെക്നോളജികളെ പറ്റിയിട്ട്, അന്നത്തെ സാങ്കേതിക വിദ്യകളെ പറ്റി. ആ വിദ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം അങ്ങോട്ട് പോകുമ്പോൾ. അതാണ് അടുത്തുള്ള ആ ഒരു നിങ്ങൾക്കറിയാമല്ലോ, ചക്രം പോലെ സർക്കിളായിട്ട് കിടക്കുന്ന അതിനകത്ത് നമ്മൾ ഈ ടെക്നോളജിയെ പറ്റിയാണ് പഠിക്കുന്നത്. അതുപോലെ ഇവർക്ക് കാലാവസ്ഥ, ക്ലൈമറ്റിനെയും പറ്റി വളരെ അറിവാണ്. അതുപോലെ ഡിഫറെൻറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അന്ന് ഇറിഗേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ വെള്ളം കൃഷിക്കോ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ ചാനൽ വഴി ഒഴിക്കുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക. അഗ്രികൾച്ചർ ആവാം, ക്ലോത്ത് വാഷിംഗ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതിനാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതും പല ഇറിഗേഷണൽ മെത്തേഡ്സ് ആണ്. എങ്ങനെ അഗ്രികൾച്ചർ കൊടുത്തിട്ടുണ്ട്. സീ ദ ഇറിഗേഷണൽ മെത്തേഡ്സ് ദാറ്റ് ഹെൽപ്പ് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. എങ്ങനെ ഈ ഒരു അഗ്രികൾച്ചർ എക്സ്പാൻഡായി വളർന്നു, ഏതിൻ്റെ സഹായത്തോടെ, ഇറിഗേഷൻ മെത്തേഡ്സ്, വെള്ളത്തിൻ്റെ സഹായത്തോടെ. അതിൽ നമ്മളൊരു 5 എണ്ണമാണ് ഇവിടെ പഠിക്കുന്നത്. സോ ഇത് ഗുപ്ത പീരീഡാണ്. ഗുപ്ത പീരീഡിലെ 5 ഡിഫറെൻറ്റ് ഇറിഗേഷണൽ മെത്തേഡ്സ് ആണ്. ഒന്ന് കെനാൽസ് എന്ന് വെച്ചാൽ വാട്ടർ റേസ്ഡ് ഫ്രം വെൽസ് റീച്ച്ഡ് ഫാം ലാൻഡ് ത്രൂ ചാനൽസ്. അപ്പോൾ വെള്ളം നമ്മൾ ഈ കിണറ്റിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളമെല്ലാം ഈ ഫാം ലാൻഡിൽ എത്താൻ തുടങ്ങി. എങ്ങനെ എത്താൻ തുടങ്ങി, ഈ ചാനലുകൾ വഴി. അപ്പോൾ ചാനലിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നേരെ എവിടെ വന്നെത്തും, നമ്മളെ അഗ്രികൾച്ചറൽ പാടങ്ങളിൽ വന്നെത്തും.
രണ്ടാമത്തത് ടാങ്ക് ഓർ വാട്ടർ റിസർവെയർ എന്ന് വെച്ചാൽ എന്താണ്? റെയിൻ വാട്ടർ വാസ് കളക്റ്റഡ് ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. നമ്മുടെ റെയിൻ വാട്ടറിനെ കളക്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിന് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? അഗ്രികൾച്ചറിന് ഉപയോഗിക്കാം. സോ വാട്ടർ റിസർവോയേഴ്സ് വെയർ ബിൽറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലാണ് ഈ വാട്ടർ റിസർവോയേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത്? ബിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാടത്തിൻ്റെ നടുക്കുള്ള ഒരു സ്ഥലമായിരിക്കും. ഇതിനകത്ത് വെള്ളം ഇവർ കെട്ടിയിട്ടിട്ട് അവിടെ നിന്ന് എടുക്കുമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ടാങ്കുകളാണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ടാങ്ക് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് കുറച്ചുകൂടെ ഉയരമുള്ള രീതിയിൽ നമ്മളെ ടാങ്കുകൾ പോലെയുള്ള അതിനെ തന്നെയാണ് ടാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്തതൊന്ന് എന്താണ്? ഗതിയന്ത്ര അല്ലെങ്കിൽ അരഗത. ഇതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. നിങ്ങൾക്ക് അടുത്ത പേജിൽ പിക്ചറുണ്ട്, അത് കൂടാതെ ഞാനൊരു പിക്ചർ കൊടുക്കുന്നുണ്ട്. നോക്കിയേ, പോട്ട്സ് ആർ അറ്റാച്ച് ടു എ വീൽ. അല്ലെ, ഒരു വീലിൽ കുറേ പോട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സർക്കിളായിട്ട്. വെൻ ദ വീൽ ഈസ് റൊട്ടേറ്റഡ്, അപ്പോൾ ഈ വീൽ ഇങ്ങനെ കറക്കുന്ന സമയത്ത് ദ പോട്ട്സ് ആർ ഫിൽഡ് ഫ്രം ദ സോഴ്സ് എന്ന് വെച്ചാൽ വെള്ളമുള്ള സ്ഥലം. ആ വെള്ളമുള്ള സ്ഥലത്തിനകത്തു നിന്നും ഈ പോട്ട്സിനകത്ത് എന്ത് ചെയ്യും? വെള്ളം കയറും. എന്നിട്ടൊരു വെള്ളം കയറി ഇതിനിങ്ങനെ കറങ്ങി മേളിലേക്ക് വരുമ്പോൾ മേളിൽ വന്നിട്ട് ഇതെന്താ സംഭവിക്കുന്നത്? എംപ്റ്റീഡ് ഇൻ ടു ദ ഫീൽഡ്. അതായത് ഇതിങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഇത് മേളിലെത്തി അടുത്ത് അതെങ്ങോട്ടാണ് ആ വെള്ളം പോകുന്നത്? നേരെ പാടത്തിലേക്കാണ് അത് പോകുന്നത്. സോ ഇതാണ് ഗതിയന്ത്ര എന്ന് പറയുന്ന സിസ്റ്റം. സോ റെയിൻ വാട്ടർ നമുക്കറിയാം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. അതിന് ഇനി പ്രത്യേകിച്ചൊന്നും വേണ്ട, മഴ പെയ്യുമ്പോൾ മഴവെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഡാംസുകളുണ്ട്. സ്കന്ദഗുപ്ത റീബിൽഡ് ദ സുദർശന ലേക്ക് ഇൻ ഗുജറാത്ത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സുദർശന ലേക്ക് കാണാം. ഈ ലേക്ക് ആക്ച്വലി റീബിൽഡ് ചെയ്തതാണ്, വീണ്ടും ഉണ്ടാക്കി എടുത്ത ഒരു സ്ഥലമാണ്. ഇതെടുത്തത് തന്നെ അഗ്രികൾച്ചർ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ രാജാവായ സ്കന്ദഗുപ്തയാണിത് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഡിഫറെൻറ്റ് ഇറിഗേഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ നിങ്ങൾക്ക് ഗതിയന്ത്രയുടെ പിക്ചർ കാണാം. So discuss the characteristics of the Samanta system that came into existence during the Gupta period. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സമന്ത സിസ്റ്റത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതകളെന്നാണ്. അതിലൊന്ന്, സമന്താസ് എന്ന് പറയുന്നത് മിലിറ്ററി ലീഡേഴ്സാണ്. ഇവർ കിങ്ങിന് ഫുള്ള് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇവർ കൊടുക്കും. പിന്നെ അവർക്ക് എന്താണ്, റെഗുലർ സാലറീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്നത് എന്താണ്, ലാൻഡ് ഗ്രാൻറ്റുകളാണ് ഈ സമന്താസിന് കിട്ടുന്നത്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ സമന്താസ് സിസ്റ്റത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു രീതികൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിൻ്റെ ആൻസർ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ ക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ്. അപ്പോൾ ഇനി അന്നത്തെ ആൾക്കാർ ചെയ്തിരുന്ന ജോലികൾ, കച്ചവട രീതികൾ, ഇതിനെയൊക്കെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് റിസൾട്ടഡ് ഫ്രം ലാൻഡ് ഗ്രാൻഡ്സ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ടു. സോ ഈ ഒരു അഗ്രികൾച്ചർ വളർന്നതോടെ തന്നെ എന്തിൻ്റെ കൂടെ, ഈ ലാൻഡ് ഗ്രാൻഡുകൾ കൊടുത്തപ്പോൾ അഗ്രികൾച്ചർ വലുതായിട്ട് വളർന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആൾക്കാർ എന്തും കൂടെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്, ഗ്രോത്ത് ഓഫ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റി. കഴിഞ്ഞ പാഠത്തിലും ആദ്യത്തെ പാഠത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെയും അതുപോലെ അഗ്രികൾച്ചർ അല്ലാത്ത ജോലികൾ, അതിന് തൊട്ട് താഴത്തെ ടേബിളിനകത്തുണ്ട് എതേൺ പോട്ട്സ്. ഫോർ എക്സാമ്പിൾ പോട്ടറി മേക്കിംഗ് ആണ് ആ ഒരു ജോലി എന്ന് പറയുന്നത്. അത് അഗ്രികൾച്ചർ റിലേറ്റഡ് അല്ല, അതാണ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ പീപ്പിൾ ടുക്ക് ടു ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ഇൻ ഓർഡർ ടു മേക്ക് എ ലിവിങ്. അപ്പം പല ജോലികളിൽ ആൾക്കാർ, പല ക്രാഫ്റ്റ് ജോലികളിൽ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ബേസ് ചെയ്തത് ലിറ്റററി വർക്ക്സ് ആൻഡ് ആർട്ടിഫാക്ട്സ് ഓഫ് ദിസ് പീരീഡ് ഗീവ് അസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ക്രാഫ്റ്റ്സ് ഓഫ് ദ പീരീഡ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലായത്? അന്നത്തെ ആൾക്കാർ ഇതൊക്കെ ചെയ്തിരുന്നു. അന്നത്തെ എഴുതിയിരുന്ന ലിറ്റററി സാഹിത്യ ബുക്കുകളിൽ നിന്നുമൊക്കെയാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ടിഫാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിക്ചർ കണ്ടോ, അപ്പോൾ ഇതിനകത്തുള്ള പല സാധനങ്ങൾ, അത് പോട്ട്സ് ആവാം, ജുവലറി ആവാം, ക്ലോത്തിങ് ഐറ്റംസ് ആവാം, ഇതിൽ നിന്നുമൊക്കെ ആൾക്കാർക്ക് അന്ന് മനസ്സിലായി ഇത്രയും കാര്യങ്ങളാണ് അന്നത്തെ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഗിവൺ ബിലോ ഈസ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ആർട്ടിഫാക്ട്സ് റിസീവ്ഡ് ഫ്രം ദ എക്സ്കവേഷൻ ഓഫ് സൈറ്റ്സ് കറസ്പോണ്ടിങ് ടു ദിസ് പീരീഡ്, അല്ലേ? അപ്പോൾ അന്നത്തെ ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ എക്സ്കവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി കുഴിച്ചൊക്കെ എടുക്കുന്നതിനാണ്. അപ്പം പല സ്ഥലങ്ങളിൽ
സ്ഥലങ്ങളിൽ ഈ കിങ്ഡംസ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോയി കുഴിച്ചെടുത്തപ്പോഴാണ് ആൾക്കാർക്ക് എന്ത് കിട്ടുന്നത്, ഈ ഓരോ തെളിവുകൾ കിട്ടുന്നത്. സോ നമുക്കിനി നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം സ്വന്തമായിട്ടല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മുമ്പ്, അപ്പോൾ നമുക്ക് ഈസിയാണ്. എർത്തേൺ പോട്ട്സ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പോട്ടറി മേക്കിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ജുവലറി മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്, അതെന്തെന്ന് നമുക്ക് പറയാം, ജുവലറി മേക്കിംഗ് എന്നുള്ള രീതിയിൽ പറയാം. ഇനി പേൾസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ ഈ മുത്തുകളുണ്ടല്ലോ, ഈ മുത്തുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ്, മുത്തുകളെ നമുക്ക് കോർത്ത് മാലകളൊക്കെ ആക്കിയെടുക്കാം. അതിനെ നമുക്ക് പേൾ സ്ട്രിങ്ങിങ് എന്ന് വിളിക്കാം. അതുപോലെ ഗ്ലാസ് വെയർ ഉപയോഗിച്ചിട്ട് എന്താണ്, ഗ്ലാസ് മേക്കിംഗ് അല്ലേ, ഗ്ലാസ്സുകളൊക്കെ കൊണ്ട് പണ്ടും എന്താണ് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ സിൽക്ക് അല്ലെങ്കിൽ കോട്ടൺ ടെക്സ്റ്റൈൽസ് വെച്ചിട്ട്, അത് നമ്മൾ മെയിനായിട്ട് എന്തെന്ന് പറയാം, വീവിങ് എന്ന് പറയാം അല്ലേ, തുണിയൊക്കെ തയ്ച്ചെടുക്കുന്നത്. സോ അതുപോലെ സ്കൾപ്ചേഴ്സ് ഇൻ ഐവറി കൊണ്ടുള്ള സ്കൾപ്ചർ നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാഠത്തിൽ അല്ലേ. ഐവറി സ്കൾപ്ചർ നമ്മൾ ഓർമ്മയുണ്ടോ പഠിച്ചത്? അത് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിലല്ലേ പഠിച്ചത്. അപ്പോൾ ആ ഒരു ഐവറി വെച്ചിട്ടുണ്ടാക്കുന്നതിനെ നമുക്ക് ഐവറി കാർവിങ് എന്ന് വിളിക്കാം, ഐവറിയിൽ തന്നെ കൊത്തിയെടുക്കുന്ന രീതി. സോ ഇത്രയും കാര്യങ്ങളാണ് അന്നത്തെ ആൾക്കാർ മെയിനായിട്ട് ചെയ്തിരുന്ന പ്രൊഫഷൻസ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഗിൽഡുകളെന്നാണ്. ഗിൽഡുകളെന്ന് വെച്ചാൽ നോക്കിയോ, പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദ സെയിം ക്രാഫ്റ്റ് ഗ്രാജുവലി ഫോംഡ് അസോസിയേഷൻസ്. നമ്മൾ ഈ ട്രേഡ് യൂണിയൻസ് എന്നൊക്കെ കേട്ടിട്ടില്ല, അതേപോലെ തന്നെയാണ് ഇത്. എന്ന് വെച്ചാൽ ഒരേ ജോലിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഓരോ ഗിൽഡുകൾ തുടങ്ങും. അവരുടെ ഒരു അസോസിയേഷനാണ്, അവരുടെ ഒരു ഗ്രൂപ്പിനെയാണ് എന്തെന്ന് പറയുന്നത് ഗിൽഡ് എന്നല്ലെങ്കിൽ ശ്രനീസ് എന്നും വിളിക്കും. ഇപ്പോൾ ശ്രനീസ് അല്ലെങ്കിൽ ഗിൽഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരേ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു അസോസിയേഷൻ തുടങ്ങുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുക, ഇതിനെയാണ് ഗിൽഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ശ്രനീസ് എന്നും വിളിക്കും. അപ്പോൾ എന്താണ് ശ്രനീസ് എന്ന് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ശ്രനീസ് വെയർ അസോസിയേഷൻസ് ഓഫ് ക്രാഫ്റ്റ്സ്മാൻ ആൻഡ് ട്രേഡേഴ്സ്. അതായത് ക്രാഫ്റ്റ് വർക്കുകൾ, ഇപ്പം നമ്മൾ നോക്കിയ പോട്ടറി മേക്കിംഗ്, ജുവലറി മേക്കിംഗ് തുടങ്ങിയ ക്രാഫ്റ്റ് ജോലിയിലുള്ള ഏർപ്പെട്ടിരുന്ന ആൾക്കാരും ട്രേഡേഴ്സും കച്ചവടക്കാരും കൂടെ ചേർന്നുള്ള ഒരു അസോസിയേഷനെയാണ് ശ്രനീസ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ മെയിൻ കാര്യം എന്താണ്, കളക്ടിങ് റോ മെറ്റീരിയൽസ്, കൺട്രോളിങ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് വെയർ ദെയർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വം എന്തൊക്കെയായിരുന്നു? റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുക. റോ മെറ്റീരിയൽ എന്താണെന്ന് അറിയാം അല്ലേ, ഒരു കോട്ടൺ ഉണ്ടാക്കണമെങ്കിൽ, കോട്ടൺ തുണി, ഒരു ഷർട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽ എന്താണ്, പഞ്ഞി തന്നെയാണ്. സോ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. അങ്ങനെ പല റോ മെറ്റീരിയലുണ്ട്. റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുക. പിന്നെ പ്രൊഡക്ഷൻ അല്ലെ, ഉൽപ്പാദനം ഫുൾ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ സാധനങ്ങളെ മാർക്കറ്റിൽ എത്തിച്ച് വിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും എന്താണ് ചെയ്യുന്നത്, ഇവരാണ് ചെയ്യുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പൂർത്തിയാക്കി അവസാനം കിട്ടുന്ന ഒരു ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്. സോ ഗവൺമെൻറ്റ്സ് റാറ്റിഫൈഡ് ദ ശ്രനീസ്. മെമ്പേഴ്സ് ഓഫ് എ ശ്രേണി ഹാഡ് ടു അബൈഡ് ബൈ ഇറ്റ്സ് റൂൾസ് അല്ലേ. അപ്പം ഗവൺമെൻറ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ശ്രനീസിനെ റാറ്റിഫൈ എന്ന് വെച്ചാൽ ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുത്തു. ഈ ശ്രനീസിനെ അംഗീകരിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഈ ശ്രേണിയിലെ മെമ്പർ എന്ത് ചെയ്യണം, അതിനകത്തുള്ള നിയമങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം, അബൈഡ് അല്ലെങ്കിൽ ഒബേ ചെയ്യണം, അല്ലെങ്കിൽ അനുസരിക്കണം. അത് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്. സോ അപ്പോൾ നമുക്ക് നോക്കിക്കോ, ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചതിലും ക്രാഫ്റ്റും ട്രേഡിനെ പറ്റിയാണ് കുറച്ച് പറഞ്ഞെങ്കിൽ ഇപ്പം ട്രേഡിനെ പറ്റി കുറച്ചുകൂടെ നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് കൊമേഴ്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കച്ചവടത്തിനെ തന്നെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു എല്ലായിടത്തും ഇവരെത്തിക്കുന്ന രീതിയും കൂടെയാണ് നമ്മൾ ഈ കൊമേഴ്സിലൂടെ പഠിക്കുന്നത്. സോ ട്രേഡിനെ നോക്കുക. ഇൻറ്റേർണൽ ട്രേഡ് ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദ ഇനിഷ്യൽ ഇയേഴ്സ് ഓഫ് ദ ഗുപ്ത റൂൾ. അപ്പം ഗുപ്ത ഭരണം തുടങ്ങിയ സമയത്ത് അതിൻ്റെ തുടക്ക കാലങ്ങളിലെല്ലാം ഇൻറ്റേർണൽ ട്രേഡ്, അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ എല്ലായിടത്തും സ്ഥലങ്ങളിൽ കച്ചവടം ചെയ്യുന്നതിനാണ് ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത്. സോ വി ഹാവ് അണ്ടർസ്റ്റുഡ് ഫ്രം ദ ടേബിൾ എബവ് ദാറ്റ് വേരിയസ് ക്രാഫ്റ്റ്സ് എക്സിസ്റ്റഡ് അലോങ് വിത്ത് അഗ്രികൾച്ചർ അല്ലേ. അഗ്രികൾച്ചറിൻ്റെ കൂടെ തന്നെ പല ടൈപ്പ് ഓഫ് ക്രാഫ്റ്റുകളിലും ആൾക്കാർ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ടേബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ സച്ച് പ്രോഡക്ട്സ് മെയ്ഡ് ബൈ ദ സ്കിൽഡ് ക്രാഫ്റ്റ്സ്മെൻ വെയർ ദ ചീഫ് ഐറ്റംസ് ഓഫ് ട്രേഡ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന അതിലെ ഗ്ലാസ് വെയർ ആയാലും അതുപോലെ തന്നെ ജുവലറി ആയാലും ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്കിൽഡ് ക്രാഫ്റ്റ്സ്മെൻ അല്ലേ, നല്ല കഴിവുള്ള ക്രാഫ്റ്റ്സ്മെൻ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങൾ അതാണെന്നൊക്കെ അറിയാം. ഇതേ സാധനങ്ങൾ തന്നെയായിരുന്നു കച്ചവടത്തിന് മെയിനായിട്ട് വിറ്റുകൊണ്ടിരുന്ന ചീഫ്, അതായത് മുഖ്യമായിട്ടുള്ള ഐറ്റംസും അതായിരുന്നു. സോ ടെക്സ്റ്റൈൽസ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ട്രേഡഡ് പ്രോഡക്ട്സ്. ഇതിൽ ടെക്സ്റ്റൈൽ അതായത് ക്ലോത്തിങ് മെറ്റീരിയലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവരെന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന പ്രോഡക്റ്റ്. ഇതിൽ പല ടൈപ്പ് ഓഫ് ടെക്സ്റ്റൈൽ തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം
ഇപ്പോൾ നമുക്ക് കോട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മുമ്പ് ഉണ്ടായിരുന്നത് മസ്ലിൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് തുണി, കാലിക്കോ എന്ന് പറയുന്ന ഒരു തുണി, ലിനൻ എന്ന് പറയുന്ന മെറ്റീരിയൽ, ലിനനൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഇപ്പോഴും ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ്. സോ ഇതൊക്കെയാണ് അന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ വെയർ മാനുഫാക്ചർഡ് ഓൺ എ ലാർജ് സ്കെയിൽ. പക്ഷേ അന്ന് ഇതായിരുന്നു ഏറ്റവും കൂടുതലും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ ഗുപ്താസ് ആഡ് എക്സ്റ്റേണൽ ട്രേഡ് ലിങ്ക്സ്. അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡ് ലിങ്ക്സ് അതാണെങ്കിൽ ഇനി എക്സ്റ്റേണൽ ട്രേഡ് ലിങ്ക് എവിടെയൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്നും വെസ്റ്റ് ഏഷ്യയിലേക്ക് കൊടുക്കും, സെൻട്രൽ ഏഷ്യയിലേക്ക് കൊടുക്കും, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് കൊടുക്കും, അതുപോലെ റോം എന്ന് പറയുന്ന രാജ്യത്ത് കൊടുക്കും. ഈ റോമും ഇന്ത്യൻസും തമ്മിലുള്ള പണ്ടേ ട്രേഡ് ലിങ്കുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, കുഞ്ഞിലത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളിലേക്കാണ് ഇന്ത്യ അല്ലെങ്കിൽ ഗുപ്ത എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ. ന്യൂ ട്രേഡ് റൂട്ട്സ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുതിയ ട്രേഡ് റൂട്ടുകളും അന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഗോൾഡ്, സിൽവർ ആൻഡ് കോപ്പർ കോയിൻസ് ഓഫ് ഹൈ ക്വാളിറ്റി വെയർ മിൻറ്റഡ്. അപ്പോൾ അന്നത്തെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഗോൾഡ്, സിൽവർ, കോപ്പർ കോയിൻസ്, ഇങ്ങനത്തെ പല ടൈപ്പ് ഓഫ് കോയിൻസ് അന്നത്തെ ആൾക്കാർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പിക്ചർ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ഗുപ്ത പീരീഡിൽ ഉപയോഗിച്ചിരുന്ന കോയിൻസ് ആണ് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ പ്രോമിനൻറ്റ് ട്രേഡേഴ്സ് നോൺ ആസ് നഗരശ്രേഷ്ഠിൻ ആൻഡ് സദ്വഹ. അപ്പോൾ ഈ നഗരശ്രേഷ്ഠിനും സദ്വഹ അത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നഗരദാർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠിൻ എന്താണ്? ദീസ് വെൽത്തി മെർച്ചൻസ് ഓഫ് ദ സിറ്റീസ് ഹാഡ് എ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ. അപ്പോൾ ഇത് വളരെ കാശുള്ള കച്ചവടക്കാരാണ്. ഇവർക്ക് ഈ ഭരണത്തിൽ ഇവർക്കൊരു റോള് കൊടുക്കും. അവർക്ക് പറയാം, അവർക്ക് അഭിപ്രായങ്ങൾ പറയാം, അവർക്ക് തീരുമാനങ്ങൾ ചെറുതായിട്ടൊക്കെ എടുക്കാം. സോ ഇവരെയൊക്കെയാണ് നഗരദാർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠിൻ അല്ലെങ്കിൽ സദവഹ എന്നൊക്കെ വിളിക്കുന്നവർ. ബിസൈഡ്സ് ദേ വെയർ പ്രോമിനൻറ്റ് മെമ്പേഴ്സ് ഓഫ് മെർച്ചൻറ്റ് ഗിൽഡ്. അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ച ഗിൽഡായത് ഓരോ ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ തുടങ്ങിയ അസോസിയേഷനകത്തുള്ള ആൾക്കാരുടെയാണ് ഗിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെർച്ചൻറ്റ് ഗിൽഡിലെ മെയിനായിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും, ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ആയിരിക്കും ആരെന്ന് പറയുന്നത് ഈ നഗരദാർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠൻ എന്ന് വിളിക്കുന്ന ഇത്രയും പേര്, അതുപോലെ സദ്വഹയും. അപ്പോൾ ഇവർക്കൊക്കെ എന്തുണ്ടായിരുന്നു, ഹാഡ് ദ റോൾ ഇൻ ദ ഗവൺമെൻറ്. ഇത്രയാണ് ആ ഒരു കാര്യം പറയുന്നത്. വൈശാലി, പട്ടാലിപുത്ര, കനൗജ്, സവാഷ്ടി, കൗസാംബി, ഉജ്ജയിനി, മധുര വെയർ ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ്. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ നാട്ടിലെ മെയിനായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം ഇതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗുപ്ത കോയിൻസ് നമുക്ക് നോക്കാം. അതുപോലെ അടുത്ത പേജിൽ ഉള്ളത് എന്താണ്, സം ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ഗുപ്ത പീരീഡ്. നമ്മൾ ഇത്രയും നേരം വായിച്ചിരുന്ന ഗുപ്ത പീരീഡിലുള്ള സിറ്റീസ് ഏതൊക്കെയാണ്, അതൊക്കെ ഇപ്പോഴത്തെ മാപ്പിൽ എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഫൈൻഡ് ഔട്ട് ഇൻ വിച്ച് പ്രസൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആർ ദ ഗുപ്ത സിറ്റീസ് മാർക്ക്ഡ് ഇൻ ദ എബോവ് മാപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യണം, ഞാനിത് ആൻസർ ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇന്ത്യൻ മാപ്പ് എടുത്ത് വെച്ചിട്ട് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ആൻസറിലേക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഏതാണ്, കനൗജാണ്. അപ്പോൾ ഉത്തർപ്രദേശിലാണ്, ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലാണ് കനൗജ്. മധുര ഉത്തർപ്രദേശിൽ തന്നെ, സവഷ്ടി ഉത്തർപ്രദേശാണ്, കൗസാംബി ഉത്തർപ്രദേശാണ്. ഇത്രയും ഉത്തർപ്രദേശിലാണ് വരുന്നത്. ഇനി ഉജ്ജയിനി എന്ന് പറയുന്നത് മധ്യപ്രദേശ്, വൈശാലി എന്ന് പറയുന്നത് ബീഹാർ, പട്ടാലിപുത്ര എന്ന് പറയുന്നതും ബീഹാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഏതെന്ന് പറയുന്നത്, അന്നത്തെ മെയിനായിട്ടുള്ള ഗുപ്ത പീരീഡിലുള്ള ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലപോലെ എല്ലാവരും പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, പിന്നെ നോട്ട്സ് ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ടിൽ തന്നെ ഞാൻ നോട്ട്സും കൂടെ തരാം. ഓക്കെ, ശരി, അപ്പോൾ താങ്ക് യു.